ഭീകരാക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഒരു കുറ്റവും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ കൂടിയാണ് ദുരന്തമേറ്റുവാങ്ങുന്നത്. ജമ്മു കശ്മീരിലെ പാമ്പോറിൽ ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ വേദന എന്താണെന്ന് മലയാളികളും ആവോളം അറിയുകയാണിപ്പോൾ. ജമ്മുവിൽ വീരമൃത്യു വരിച്ച 3 സൈനികരിൽ ഒരാൾ മലയാളിയായ രതീഷായിരുന്നു. സൈനികരുടെ വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് റാഞ്ചി സ്വദേശി ശശികാന്ത് പാണ്ഡെ, പുനെ സ്വദേശി സൗരവ് നന്ദ്കുമാർ, കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ രതീഷ് എന്നിവരാണ്. രതീഷിന്റെ വേർപാട് ഒരു നാടിനെ ഒന്നാകെ നൊമ്പരപ്പെടുത്തുകയാണിപ്പോൾ. 10 ദിവസങ്ങൾക്ക് മുൻപ് വരെ കണ്ണൂരിലെ കവലയിൽ രതീഷ് ഉണ്ടായിരുന്നു. അവധിക്ക് നാട്ടിലെത്തിയ രതീഷ് ഡിസംബർ 9-ാം തീയതിയാണ് കശ്മീരിലേക്ക് തിരിച്ചുപോയത്. ഭാര്യ ജ്യോതിയെയും 4 മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് പ്രിയപ്പെട്ടവരോടെല്ലാം യാത്ര പറഞ്ഞ് കശ്മീരിലേക്ക് വണ്ടി കയറുമ്പോൾ രതീഷിനും പ്രിയപ്പെട്ടവർക്കും അറിയില്ലായിരുന്നു കാത്തിരിക്കുന്ന മരണത്തിലേക്കാണ് ആ ധീര ജവാൻ യാത്രയാകുന്നതെന്ന്. ബൈക്കിലെത്തിയ തീവ്രവാദികൾ സൈനികർ സഞ്ചരിച്ച വാഹനത്തിലേക്ക് ബോംബെറിയുമ്പോൾ ആ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുകൂടിയാണ് അനാഥമായത്. രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ഭീകരർ രതീഷിന്റെ ജീവനും എടുത്ത് കടന്നുകളഞ്ഞപ്പോൾ ഇതൊന്നും തിരിച്ചറിയാനുള്ള പ്രായം ആ കുഞ്ഞിന്റെ കണ്ണീരിനില്ലെന്ന വേദനയിലാണ് നാടും നഗരവും ഇപ്പോൾ.